ആലപ്പുഴയിൽ ഞാൻ കയറി യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടിയുടെ ബസ്സിൻ്റെ നടുഭാഗത്ത് ആണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കാറ് ഇങ്ങനെ വരുന്നു. അത് വേഗത്തിലായിരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. വന്നിട്ട് വലത്തേക്ക് തിരിഞ്ഞിങ്ങി വരികയാണ്. എന്ന് പറയുമ്പോൾ പറന്നു വരുന്ന പോലെ റോഡിൽ സ്കിഡ് ചെയ്തിട്ടുണ്ടാകും, മഴയുണ്ടായിരുന്നു. വന്നിട്ട് ബസ്സിൻ്റെ മുൻഭാഗത്ത് ഇടിച്ച് കയറുകയാണ്. നേരെയല്ല ഇടിച്ചത്, നേരെ വന്ന് ഇടിച്ചതല്ല, സ്കിഡ് ചെയ്ത് വന്നിട്ട് കാറിൻ്റെ ഇടതുവശത്തെ 2 ഡോറുകളുടെ ഭാഗം ബസ്സിൻ്റെ മുൻഭാഗത്തെ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി ചില്ല് മൊത്തമായിട്ട് തകർന്ന് അങ്ങനെ ഒരു വലിയ ദാരുണമായ സംഭവമായി പോയി. ആ ഒരു ഷോക്കിൽ ഞങ്ങൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. അതിദാരുണമായ സംഭവം എന്നേ പറയാനൊക്കത്തുള്ളൂ. എന്തായാലും വളരെ കഷ്ടമായി പോയി എന്നേ പറയാനുള്ളതാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ബസ്സിൽ അന്നേരം ടിക്കറ്റ് കൊടുത്ത് നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു. വീഴോ മറ്റോ ചെയ്തിരുന്നു അന്നേരം? പെട്ടെന്ന് ഞാൻ ആ ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് പോയി ഒരു കമ്പിയിൽ തട്ടി അവിടെ നിന്നു. അതുകൊണ്ട് വീണില്ല. അപ്പോൾ അതുകൊണ്ട് വയറിന് നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി CT സ്കാനും ഒക്കെ എടുത്തിട്ടുണ്ട്. 15 വർഷക്കാലത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടം. എന്നുവെച്ചാൽ വലിയ രീതിയിലൊരു അപകടം ഉണ്ടാകുന്നത്. ഒരു ചെറിയ തട്ടലും മുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അതിദാരുണമായ രീതിയിൽ 5 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട രീതിയിലൊരു വലിയ അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് അതിൻ്റെ ഒരു ഞെട്ടൽ ഞങ്ങളിപ്പോഴും മുക്തരായിട്ടില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ.